എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഉത്രാട ദിനത്തിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ഉത്രാട പാച്ചിലും ഒക്കെയാണ്. അപ്പം നമുക്ക് അത് കാണാം. ഞാൻ വെറുതെ അതുകൊണ്ട് നമുക്ക് പോയിടാം. നമുക്ക് ഈ വലിയ ഇത് മതി. അപ്പൊ നമുക്ക് ഇത് പിന്നെ നടക്കാം. ഈ പുക നമുക്ക് ചിക്കൻ ചിട്ട് ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഉത്രാട ദിനം പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഹനി ചെയ്തു, ഞാനൊരിത്തിരി സഹായിക്കുകയും ചെയ്തു. ഇതാണ് ഞാനും അമ്മയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ പൂ. യൂസ് ചെയ്തത് ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഷോപ്പിംഗ് പോവാം. കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് എന്നാൽ നമുക്ക് പോവാം. ഞങ്ങൾ പൂവൊക്കെ ഇട്ട് തീർന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഹനീൻ്റെ ഫ്രണ്ട് വന്നു. പിന്നെ കുറച്ച് സമയം ഹനിയും ഫ്രണ്ട്സും കൂടിയിട്ട് പൂവിൻ്റെ ചുറ്റും ഓടിക്കളിയൊക്കെ ആയിരുന്നേ. तिरुवादिरा कर रहे हैं हम, है ना? ये हो जाता है. അങ്ങനെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഉത്രാട ദിന ഉച്ചഭക്ഷണം റെഡിയായി. അപ്പോൾ ഓണത്തിൻ്റെ ദിവസം സദ്യയല്ലേ കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് എനിക്കും അച്ഛനും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അത് കാരണം ബിരിയാണിയും പരിപ്പ് പ്രഥമനും സാലഡും പിന്നെ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും പിന്നെ ചമ്മന്തിയുമായിരുന്നു ഞങ്ങളുടെ ഉത്രാടത്തിൻ്റെ ഭക്ഷണമേ. ആ ആ ഇനി ഒരെണ്ണം കൂടി വേഗം വെക്ക്. ഇടയിൽ ഞങ്ങളൊന്ന് കടയിലും ധോബിഘട്ടിലൊക്കെ പോയേ. അത് കാരണം ഭക്ഷണം അവൻ ഇത്തിരി താമസിച്ചു. ഹലോ വെച്ചിന് വളമ്പാ ഇന്നത്തെ കറികളാണ് ചിക്കൻ ബിരിയാണി, പപ്പടം, അച്ചാറ്, സാലഡ്, മാങ്ങാ ചമ്മന്തി, ലെമൺ പിക്കിൾ, റെഡ് കളർ വാട്ടർ, പരിപ്പ് പ്രഥമൻ. നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. അതിൻ്റെ കൂടെ ചിക്കനുണ്ട് കേട്ടോ. ഫസ്റ്റ് തുടങ്ങാൻ പപ്പടം കൊണ്ടാണ്. അതിന് കഴിക്കൂലേ? ഞാൻ പപ്പടം കൊണ്ടു. എന്നാൽ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റായ് മാർക്കറ്റിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് ഇവിടെ അസോസിയേഷൻ്റെ ഓണാഘോഷമാണ്. അതുകൊണ്ട് വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സദ്യക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ദുപ്പട്ട വലിഗലി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ കുറച്ച് മെഹന്തിയൊക്കെ ഇടാനുണ്ട് എനിക്കും ഹനിക്കും. മെഹന്തി ഇടണം. പിന്നെ ഹനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട് നാളത്തെ പ്രോഗ്രാമിന് ഡാൻസിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് തുണിയിലൊക്കെ ഡൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തൊക്കെ വാങ്ങിച്ചിട്ട് ഹനിക്ക് മൂക്കുത്തിയും പിന്നെ വളയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോസ്മെറ്റിക് ഷോപ്പിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ആർട്ടിസ്റ്റ് ഇരിക്കുന്നുണ്ടാവേ. കുറേ പേരിങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് മെഹന്തി ഇടാം. അപ്പോൾ ഒരു കയ്യിൽ അകത്തും പുറത്തും നിറയെ ഇടാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് ഒരു കയ്യിൽ.
അപ്പോൾ ഞാൻ ഒരു കയ്യിലേ ഇടുന്നുള്ളൂ, കാരണം ഞങ്ങൾ തിരിച്ച് പോയിട്ട് പ്രാക്ടീസിന് പോകാനുണ്ട്. പിന്നെ നാളത്തെ ഞാനാണ് ആങ്കറിങ് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് കൈയും കൂടി എൻഗേജ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കയ്യിൽ ഇപ്പോൾ ഇട്ടിട്ട് അടുത്ത കയ്യിൽ പിന്നെ ഒരു ഫ്രണ്ട് രാത്രി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് മെഹന്തിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇത് പോകാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ ഒരു കയ്യിലിട്ടുള്ളൂ. അപ്പോൾ ഹനിക്കാണെങ്കിൽ ഹനീൻ്റെ ഡാൻസ് പാർട്ട്ണറിൻ്റെ പോലെ തന്നെ സെയിം ഡിസൈനിൽ ഇടണം. അത് കാരണം ഹനിയും ഇട്ടില്ല. ഹനീൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കുഞ്ഞിൻ്റെ മാതിരി തന്നെ. അങ്ങനെ അത് കാരണം എൻ്റെ ഒരു കയ്യിൽ മാത്രം ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം. ഇപ്പോൾ ഇവിടുത്തെ കടയിൽ ഈ മാല ഇങ്ങനെ പൈസ കൊണ്ടുള്ള മാല കിടക്കുന്നുണ്ടല്ലേ, നോട്ടുമാല. അത് ആക്ച്വൽ നോട്ടുമാലയാണ്. ഇവർ കല്യാണത്തിനും വിശേഷ അവസരങ്ങളിലൊക്കെ അങ്ങനത്തെ മാലയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കിന് ഒരു 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. അപ്പോഴത്തേക്കും സമയം ഏതാണ്ട് 10 മണിയൊക്കെ ആയി. ഇനി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി മെഹന്തിയൊക്കെ ഇട്ട് നമുക്ക് നാളത്തെ ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ട് റെഡിയാവാം. ഇത്രയാണ് ഞങ്ങളുടെ ഉത്രാടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.